പൊടി വിളിച്ചോതുന്ന അശ്വം കണക്കെ അവൻ അവൾക്ക് മുമ്പിൽ നിന്നു. ദക്ഷ അവളുടെ ഉമിനീരിനെ പണിപ്പെട്ട് ഇറക്കി വിട്ടു. താൻ ഇന്നലത്തെ ക്ലാസ് കേട്ടില്ലല്ലോ, അതുകൊണ്ട് താൻ ആദ്യം തൊട്ട് വായിക്കേ. ഞാനോ? ആ, എണീറ്റോ, വായിച്ചോ. ദക്ഷ നിസ്സഹായപൂർവ്വം മകിലയെ നോക്കി. അവൾ വാവൊത്തി ചിരിക്കുകയായിരുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ ദക്ഷ എണീറ്റു നിന്നു. തപ്പിത്തടഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നീട് ദക്ഷ ഒടുക്കോടെ വായിച്ചു. ക്ലാസ് അവളുടെ വാക്കുകളിൽ ലയിച്ചിരുന്നു. എല്ലാവരുടെ കണ്ണുകളും ടെക്സ്റ്റ് ബുക്കിലായിരുന്നു. ദക്ഷയുടെ വാക്കുകൾക്കൊപ്പം അവരുടെ കണ്ണുകൾ സഞ്ചരിച്ചു. എന്നാൽ ഒരാളുടെ മാത്രം കണ്ണുകൾ ദക്ഷയിലായിരുന്നു. ആദിത്യൻ. അവൻ അവളുടെ ചുണ്ടുകളെ വായിക്കുന്ന തിരക്കിലായിരുന്നു. ചായം പുരട്ടാഞ്ഞിട്ടും പനിനീർ ദളം കണക്കെ അവളുടെ ചുണ്ടുകൾക്ക് നിറമുണ്ടായിരുന്നു. അവ തമ്മിൽ ചേർന്നും മകന്നും ഉമിനീർ വലകൾ നെയ്തും ഇടയ്ക്കിടെ അവളുടെ ധവളരഥനം വെളിയിൽ കാണിച്ചുകൊണ്ടിരുന്നു. അവളുടെ കാലുകൾ കഴിക്കുവാൻ തുടങ്ങി. അവൾ ഓരോ കാലിനും മാറി മാറി ഊന്നൽ നൽകി. അവളുടെ അസ്വസ്ഥത പ്രകടനം അയാൾ ശ്രദ്ധിച്ചു. നെക്സ്റ്റ് വിഷ്ണു വായിക്കേ. അവൾ ബെഞ്ചിലിരുന്നു. ബാഗിന്റെ കള്ളി തുറന്ന് വാട്ടർ ബോട്ടിൽ എടുത്തു. അവൾ ആർത്തിയോടെ ഓരോ കവിൾ വെള്ളവും ഇറക്കി വിടുന്നത് ആദിത്യൻ കണ്ടു. അവസാന കവിൾ വെള്ളം ലേശം പുറത്തേക്ക് ഒഴുകി. അത് അവളുടെ കഴുത്തിലൂടെ ടോപ്പിനുള്ളിലേക്ക് ഒഴുകി. അവൾ ആ നനവിനെ തുവാല കൊണ്ട് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് കൂടുതൽ പടർന്നത് മാത്രമായിരുന്നു ഫലം. ആദിത്യൻ അവന്റെ ഉമിനീരിനെ ആരും കാണാതെ ഇറക്കി വിട്ടു. പുസ്തകത്തിൽ വിരലോടിക്കുന്നതിനിടയിൽ ദക്ഷയ്ക്ക് അവളുടെ മേലൊരു നോട്ടം തടയുന്നുണ്ടെന്ന് തോന്നി. അത് അവളെ ചൂഴ്ന്നെടുക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ മെല്ലെ തല ഉയർത്തി. ആദിത്യൻ പൊടുന്നനെ അവന്റെ നോട്ടം വിഷ്ണുവിലോട്ടാക്കി. ദക്ഷ വീണ്ടും പുസ്തകത്തിൽ വിരലോടിക്കാൻ തുടങ്ങി. എങ്കിലും ആ കണ്ണുകൾ അവളെ വീണ്ടും വീണ്ടും തിരഞ്ഞെത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ബെല്ലടിച്ചു. ആദിത്യൻ വിദ്യാർത്ഥികളോട് നന്ദി പറഞ്ഞിറങ്ങി. അവർ തിരിച്ചു. ദക്ഷ വെറുതെ ഒന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ ഊഹം തെറ്റിയില്ല. ആദിത്യൻ അവളെയും തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് നടന്നുപോയത്. അവൾ പൊടുന്നനെ തല തിരിച്ചു. അവളുടെ കവിളുകളിൽ രക്തം തളം കെട്ടി. എന്താണ് മാഡം, ഒരു നാണം? പോടി, അടുത്തത് രമ്യ ടീച്ചർ അല്ലേ? ഒരുറക്കം കിട്ടും. പോടി, നല്ല ക്ലാസ് അല്ലേ? അത് നിനക്ക്. 2, 3, 4 പീരീഡ് കഴിഞ്ഞു. എല്ലാവരും ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിലേക്കും കോളേജിന് പുറത്തേക്കും പോകുന്നുണ്ട്. ഡി, നീ അസൈൻമെന്റ് വെച്ചോ? അയ്യോ, നീ വെച്ചോ? ഞാൻ ഇന്നലെ വെച്ചു. പറയാൻ മറന്നുപോയി. എടി ദുഷ്ടേ, ഇന്ന് രാവിലെയെങ്കിലും നിനക്കൊന്ന് ഓർമ്മിപ്പിച്ചൂടായിരുന്നോ? അതിനിപ്പോഴല്ലേ ഓർമ്മ വന്നേ? കോപ്പ് വെക്കേഷന് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഴുതിയതാ. നീ നൈസിന് മിസ്സിന്റെ ടേബിളിൽ വെക്ക്. പോടി, ആരെങ്കിലും കണ്ടാ തീർന്നു. ലഞ്ച് ബ്രേക്കാ, എല്ലാരും ക്യാൻറ്റീനിൽ പോയി കാണും. പിന്നെ ആ പ്യൂണ, അയാളെ ഞാൻ മാറ്റിക്കോളാം. പക്ക ആടി, നീ ധൈര്യമായിട്ട് വാ. ബാക്കിയുള്ള എന്റെ ഇടയിൽ കയറ്റി വെച്ചാ മതി. ഓക്കെ, ഞാൻ അസൈൻമെന്റ് എടുത്തിട്ട് വരാം. ദക്ഷ അസൈൻമെന്റ് ചുരുട്ടിപ്പിടിച്ച് അഖിലയോടൊപ്പം സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഭാഗ്യത്തിന് പ്യൂൺ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അഖില പുറത്തു തന്നെ നിന്നു. ദക്ഷ അകത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അകത്തേക്ക് കയറി. ലളിത ടീച്ചറിന്റെ ടേബിളിലെ അടുക്കി വെച്ചിരിക്കുന്ന അസൈൻമെന്റ് പേപ്പറുകൾക്കിടയിലേക്ക് അവൾ അവളുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച അസൈൻമെന്റ് നിവർത്തി വെച്ചു. ഹാവു എന്ന് പറഞ്ഞൊരു ദീർഘനിശ്വാസം പുറപ്പെടുവിച്ചതും സ്റ്റാഫ് റൂമിലെ നിരന്നിരിക്കുന്ന ഷെൽഫിന്റെ പിറകിൽ നിന്നും ഒരാൾ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. ഞെട്ടിക്കുതറിയ അവളുടെ കൈതട്ടി അടുക്കി വെച്ചിരുന്ന അസൈൻമെന്റുകളെല്ലാം നിലംപതിച്ചു. എന്തായിരുന്നു ഇവിടെ പരിപാടി? ആദിത്യന്റെ ചോദ്യശരം അവളുടെ അടിവയറ്റിൽ ആളുകളുണ്ടാക്കി. താൻ പിടിക്കപ്പെട്ടു എന്ന ചമ്മൽ അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഞാൻ തന്നോടാ ചോദിച്ചത്. ഞാൻ മിസ് ഉണ്ടോ നോക്കാൻ. അത് വാതിക്കൽ നിന്ന് നോക്കിയപ്പോ തന്നെ മനസ്സിലായില്ലേ? ആയി, പക്ഷെ ഞാൻ മിസ്സില്ലാത്തപ്പോ ഒന്ന് അസൈൻമെന്റ് കുത്തിക്കയറ്റാൻ നോക്കിയതല്ലേ? അവളുടെ ഉയർന്ന സംഭാഷണവും വിടർന്ന കണ്ണും ടോപ്പിന്റെ ഒരു വശം ഞെരിച്ചമർത്തുന്ന വിരലുകളും ആദിത്യന് അതെ എന്ന് മറുപടി നൽകി. ആദിത്യൻ പാന്റിന്റെ ഇരു പോക്കറ്റിലും കൈകൾ ഇറക്കി നാവിനെ കവളുകൾക്കുള്ളിൽ ഒന്ന് ചുഴറ്റി അവളുടെ അരികിലേക്ക് നടന്നു. അവർക്കിടയിലെ അകലം കുറയുന്തോറും അവളുടെ നെഞ്ചെടുപ്പിന്റെ താളം വേഗത്തിലായി. അവൻ അവളുടെ വിടർന്ന കണ്ണുകളെയും വിറയ്ക്കുന്ന ചുണ്ടുകളെയും നോക്കി. അവന്റെ ചുണ്ടിൽ വിരിയാൻ തയ്യാറായി നിന്ന ഒരു പാൽപുഞ്ചിരിയെ അവൻ കടിച്ചമർത്തി. ദക്ഷയുടെ ടോപ്പിന്റെ ഒരു വശം പിന്നിപ്പോവും വിധത്തിലായി. എന്നിട്ടും അവൾ ശക്തിയായി അതിനെ ഞെരിച്ചമർത്തിക്കൊണ്ടിരുന്നു. ഞാൻ മിസ്സിനോട് പറഞ്ഞു കൊടുക്കട്ടെ? വേണ്ട പ്ലീസ്. എന്നിട്ട് എനിക്കെന്താ ഗുണം? ആദിത്യന്റെ ആ ചോദ്യം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അവൾക്ക് അതിലെന്തോ തകരാറുള്ളതുപോലെ തോന്നി. അഖിലൊന്നും വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. അവന്റെ നിൽപ്പും നോട്ടവും എല്ലാം അവൾക്ക് പന്തികേടായി തോന്നി. അവന്റെ കൈ ഒന്നനങ്ങിയാൽ അടുത്ത നിമിഷം എങ്ങനെ പ്രതിരോധിക്കണം എന്നുവരെ അവൾ മനസ്സിൽ കണ്ടു. ഇതെന്നതാ,
ലളിത ടീച്ചറുടെ ചോദ്യം അവളുടെ മനോരാജ്യത്തെ തകർത്തു തരിപ്പണമാക്കി. ആദിത്യൻ വലതു കൈ പോക്കറ്റിൽ നിന്നെടുത്ത് മുഷ്ടി ചുരുട്ടി ചുണ്ടോടടുപ്പിച്ചൊന്ന് ചുമച്ചു. ദക്ഷ എന്തു പറയണമെന്നറിയാതെ ആദിത്യനെയും ടീച്ചറെയും മാറി മാറി നോക്കി നിൽപ്പാണ്. എന്റെ കൈ തട്ടിയതാ മിസ്സേ, ഞാനിപ്പോ എടുത്തു വെക്കാം. അയ്യോ സാരി ചെയ്യണ്ട ദക്ഷ, അതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി വെക്ക്. ഓക്കെ മിസ്. മറുപടി പറയലും ചിന്നിച്ചിതറി കിടക്കുന്ന പേപ്പറുകൾ എടുക്കാൻ കുനിയിലും എല്ലാം ഒരുമിച്ചായിരുന്നു. ആദിത്യനും മെല്ലെ മുട്ടുമടക്കി അവളെ സഹായിക്കാൻ എന്നോണം കുനിഞ്ഞിരുന്നു. പറയട്ടെ? വേണ്ട. എന്നാ വൈകിട്ട് ക്ലാസ് വിടുമ്പോ ഇങ്ങോട്ട് വരണം. ഞാനൊരു രജിസ്റ്റർ തന്നുവിടാം, അതും കൊണ്ട് വന്നാ മതി. എന്തിന്? അതൊക്കെ പറയാം. ഇതും പറഞ്ഞ് ആദിത്യൻ കുറച്ച് അസൈൻമെന്റുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ച് അവന്റെ ടേബിളിലേക്ക് നടന്നു. ദക്ഷ ബാക്കിയുള്ളവയും പെറുക്കി അടുക്കി വെച്ചു. ദക്ഷ, വൈകിട്ട് എല്ലാവരെയും കൊണ്ട് സൈൻ ചെയ്ത് തിരിച്ചേൽപ്പിക്കണം. ഓക്കെ സാർ. എന്തുവാ സാറേ അത്? അത് ഫീസിന്റെ മിസ്സേ. എടി പിശാശെ, നീയല്ലേ പറഞ്ഞ ആരും ഉണ്ടാവില്ലാന്ന്. ആ ടീച്ചർ ഇപ്പൊ അല്ലേ വന്നേ? നിന്നോടെന്താ ചോദിച്ചേ? കുന്തം അങ്ങനെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആര്? ആ ആദിത്യൻ. അങ്ങേരെ എവിടുന്ന് പൊട്ടി വിളച്ചു? നമ്മൾ അങ്ങോട്ട് പോകുമ്പോ നോക്കിയതല്ലേ, ചേറിൽ കണ്ടില്ലല്ലോ. അങ്ങേര് ആ ഷെൽഫിന്റെ ബാക്കിലുണ്ടായിരുന്നു. അയ്യോ, നിന്നെ കണ്ടോ? പിന്നെ കാണാതെ അങ്ങനെ എന്താ കണ്ണുപൊട്ടണോ? പൊക്കിയോ? പൊക്കി. അടിപൊളി. ഇനെന്താ ചെയ്യാ? അങ്ങേരെ മിസ്സിനോട് പറഞ്ഞില്ല, പക്ഷെ പാരന്റ്സിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞോ? ഇതിലും ഭേദം അതായിരുന്നു. ഏതിലും ഭേദം. ഇത് കണ്ടോ? ഇതുകൊണ്ട് വൈകിട്ട് ക്ലാസ് വിടുമ്പോ അങ്ങേരെ പോയി കാണാൻ. എന്തിന്? ആർക്കറിയാം. നീ എന്തു പറഞ്ഞു? മിസ് അവിടെ നിക്കുവല്ലേ, ഞാൻ എന്ത് പറയാനാ? എടി, സാറുമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലാ. അങ്ങേരാണെ എങ്ങും. അത് തന്നെ ആടി എന്റെയും പേടി. എന്താ ചെയ്യാ? നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് പോവാം. എന്നിട്ട് എന്നെ ഒഴിവാക്കാൻ വല്ല പ്ലാനും ഇടുവാണേ അപ്പൊ തന്നെ പറ്റില്ല പറഞ്ഞേക്കണം. ഗ്രേസ് മാർക്ക് നമുക്ക് ടീച്ചറിന്റെ കാല് പിടിച്ചിട്ടാണേലും മേടിക്കാം. എന്നെ ഇപ്പൊ തന്നെ പോയി വൈകിട്ട് വരാൻ പറ്റില്ല പറയട്ടെ? അത് വേണ്ട. എന്താ കാര്യം എന്നറിയണല്ലോ. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലോ? നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ. നീ ഏതേലും ഒന്ന് പറ. നമ്മൾ വൈകിട്ട് ഒരുമിച്ച് പോകുന്നു. ഉടായ്പാണെങ്കിൽ സ്കൂട്ടാവുന്നു. അയാൾ നമ്മളെ പിടിച്ചു വെച്ചാലോ? വാ പോയി സാനിറ്റൈസർ എടുക്കാം. എന്തിന്? പെപ്പർ സ്പ്രേക്ക് പകരം. വൈകുന്നേരം എന്തും നേരിടണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ദക്ഷ അഖിലയോടൊപ്പം ക്ലാസ്സിലേക്ക് നടന്നു. ചോക്കിനേറ്, ഡസ്റ്ററിനേറ്, ക്ലാസ്സിന് പുറത്തു നിൽക്കൽ എന്നീ കലാപരിപാടികൾക്കൊടുവിൽ 3 പീരീഡ് കഴിഞ്ഞ് വൈകുന്നേരമായി. ദക്ഷ സ്റ്റാഫ് റൂം കാലിയാകുന്നതിന് മുമ്പ് പോകാമെന്ന് പറഞ്ഞു. അഖില ദക്ഷയുടെ തലയിലെ ചോക്കുപൊടി വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടഞ്ഞു തുടച്ച് വൃത്തിയാക്കി. ഇരുവരും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ടീച്ചേഴ്സ് ഒക്കെ പോകാൻ തയ്യാറാവുകയാണ്. എല്ലാവരും മുറി വിടുന്നതിന് മുമ്പേ ദക്ഷയും അഖിലയും ആദിത്യന്റെ ടേബിളിലേക്ക് നടന്നു. രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് ആദിത്യൻ ഇവളെന്താ ഇവിടെ എന്ന ഭാവത്തിൽ ദക്ഷയെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അഖില അത് ശ്രദ്ധിച്ചു. ഇതാ സാർ രജിസ്റ്റർ. അഖില നിറപുഞ്ചിരിയോടെ ആദിത്യന് നേരെ രജിസ്റ്റർ നീട്ടി. ആദിത്യൻ വ്യക്തമായി നീരസം പ്രകടിപ്പിച്ച് ആ രജിസ്റ്റർ വാങ്ങി. ദക്ഷയും അഖിലയും തിരികെ പോകാൻ ഒരുങ്ങിയപ്പോൾ ആദിത്യൻ അവരെ തടഞ്ഞു. നിക്ക്, ഞാനിതൊന്ന് നോക്കട്ടെ. ദക്ഷ നിസ്സഹായതയോടെ അഖിലയെ നോക്കി. ഞാൻ കൂടെ ഇല്ലേ എന്ന് കണ്ണുകൾ അടച്ച് അഖില അവൾക്ക് മറുപടി നൽകി. ആദിത്യൻ തീർത്തും ശൂന്യമായ രജിസ്റ്ററിന്റെ താളുകൾ മറിച്ചു. സ്റ്റാഫ് റൂമിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി. ആദിത്യനും അവരും മാത്രമായി. ദക്ഷയും അഖിലയും കൈകൾ കോർത്തു പിടിച്ചു. ഞാൻ നിന്നോട് മാത്രല്ലേ വരാൻ പറഞ്ഞേ? അത് നടക്കില്ല സാറേ. വാട്ട്? എനിക്ക് ഇവളുടെ ഒരു സഹായം വേണം, അത്രേ ഉള്ളൂ. എന്തായാലും ഇവളെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല സാറേ. ഇല്ലെങ്കിൽ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. ആദിത്യൻ തലയിൽ കൈവച്ച് ഇരുവരെയും നോക്കി. അവർ അതിലും രൂക്ഷമായി ആദിത്യനെ തിരിച്ചും നോക്കി. ശരി, നടക്ക്. എങ്ങോട്ട്? ഗേറ്റിന്റെ അവിടെ നിക്ക്, ഞാൻ കാർ എടുത്തിട്ട് വരാം. എന്തിന്? അതെ, എനിക്ക് യാതൊരുവിധ ദുരുദ്ദേശവും ഇല്ല. എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ടാ ഇവളുടെ കൂടെ നിന്നെയും കൊണ്ടുപോകുന്നേ. എങ്ങോട്ട്? ശരി, വരണ്ട. നീ നിന്റെ ഗ്രേസ് മാർക്ക് മറന്നേക്ക്. ഞാൻ നാളെ മിസ്സിനോട് നീ ഉച്ചയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയും. അക്കോ, ഞങ്ങൾ 2 പെൺകുട്ടികൾ എന്ത് വിശ്വസിച്ച് സാറിന്റെ കൂടെ വരും? ജസ്റ്റ് ട്രസ്റ്റ് മീ. ഒരു 30 മിനിറ്റ്, എന്നിട്ട് ഞാൻ തന്നെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കിക്കോളാം. എന്ത് വേണം? എനിക്കറിയില്ല. ഞങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്ന കാര്യമൊന്നും അല്ലല്ലോ. എന്റെ കല്യാണം വരെ ഉറപ്പിച്ചതാ. അല്ല, എന്റെ അമ്മയാണ് സത്യം. ശരി, ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ നിൽക്കാം. നീ വാ, ഞാൻ പറയാം. ദക്ഷ ആദിത്യനെ ഒന്ന് തിരിഞ്ഞു നോക്കി അഖിലയോടൊപ്പം നടന്നു. നീ എന്തിനാ സമ്മതിച്ചേ? എന്താ കാര്യം അറിയണമല്ലോ. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു. ഇരുവരും ഗേറ്റിന്റെ സമീപം ആദിത്യന് വേണ്ടി കാത്തു നിന്നു. അല്പസമയത്തിന് ശേഷം ആദിത്യൻ കാർ ഓടിച്ച് അവരുടെ മുമ്പിലെത്തി. ഇരുവരും ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. യാത്രയിലുടനീളം ആദിത്യൻ കൂടെ റിയർ വ്യൂ മിററിലൂടെ ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു. അഖില അവളുടെ പ്രതിശ്രുത വരന് മെസ്സേജ് അയക്കുന്ന തിരക്കിലാണെങ്കിലും
മറ്റേ കൈയിൽ സാനിറ്റൈസർ ബോട്ടിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ദക്ഷ അറിയാവുന്ന ദൈവങ്ങളൊക്കെ സ്മരിച്ചുകൊണ്ടിരുന്നു. 10 മിനിറ്റ് ഡ്രൈവിന് ശേഷം അവർ ആൾതാമസമില്ലാത്ത ഒരു വീടിന് മുമ്പിലെത്തി. ദക്ഷയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. ഇപ്പൊ ഒരാള് വരും, നീ ചുമ്മാ ചിരിച്ചോണ്ട് നിന്നാ മതി. കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. ആര് വരും? ഒരാള്. ദയവ് ചെയ്ത് നീ വാ തുറക്കരുത്. ഇതെന്റെ അവസാനത്തെ പിടിവള്ളിയാണ്. പിന്നെ നീ കാരണം പുറത്തോട്ടേ ഇറങ്ങണ്ട. അതെന്താ? നിനക്ക് ഇവിടെ ഒരു റോളും ഇല്ല. അതുകൊണ്ട് മിണ്ടാതെ ഗ്ലാസ് താഴ്ത്താതെ ഇതിനുള്ളിലിരുന്നോണം. ഇവളെ ഞാൻ പുറത്ത് നിർത്തി സംസാരിക്കുള്ളൂ. അതോർത്ത് രണ്ടാളും പേടിക്കണ്ട. എന്ത് ചോദിച്ചാലും ചിരിച്ചോണേ. ഇതാണല്ലേ മാഡം? അതെ, ഇവളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, ഞാൻ തുറന്ന് കാണിച്ചു തരാം. വേണ്ട, ഞാൻ ഇവക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം വീടിന്റെ. ഇവക്ക് ഇഷ്ടായി ഇല്ലേ? അല്ല, എന്നാലും പെണ്ണുങ്ങൾക്കല്ലേ കറക്റ്റ് നോക്കാൻ അറിയൂ. അവരാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, ഇവൾക്ക് പൊടി അലർജിയാണ്. ആ, എന്നാ സാറെന്നാ ഷിഫ്റ്റ് ചെയ്യുന്നേ പറഞ്ഞാ മതി. അതിനു മുമ്പ് ഞാൻ ചെക്കന്മാരെ വിട്ട് ക്ലീൻ ആക്കാം. ഈ ശനിയാഴ്ച. ബാക്കി ദിവസം ക്ലാസ് ഉള്ളോണ്ടേ. ആ, ആയിക്കോട്ടെ. പിന്നെ വാടക 16 തന്നെ വേണം. സാറ് കണ്ടതല്ലേ, ഫർണിച്ചർ അടക്കം ഉള്ളോണ്ടാ. അത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അതൊക്കെ മേടിക്കണ്ടേ. ആ, അപ്പൊ ശരി. ശനിയാഴ്ച വരുമ്പോ അഡ്വാൻസ് തന്നാ മതി. ഞാൻ എഗ്രിമെന്റ് കൊണ്ടുവരാം. ഓ ശരി, ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ, ഞാൻ വെള്ളിയാഴ്ച തന്നെ ക്ലീൻ ആക്കിക്കാം. ഓക്കെ, താങ്ക് യു. ആദിത്യൻ അയാളോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. ദക്ഷ വീണ്ടും ഒരു പാൽപുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ച് കാറിൽ കയറി. എന്താടി സംഭവം? അയാൾ ആരാ? അങ്ങേര് ആ വീടിന്റെ ഓണറാണെന്ന് മനസ്സിലായി. പക്ഷെ ഇതിൽ ഞാൻ എന്തിനാ സാർ? അത് ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഒരൊറ്റ വീട് നോക്കാം. പക്ഷെ ബാച്ചിലേഴ്സിന് ആരും വീട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിന്നെ കൂട്ടി. എന്തിന്? എടി പൊട്ടി, സാറപ്പോ ഇവള് സാറിന്റെ ഭാര്യയാണെന്നാണ് അയാളോട് പറഞ്ഞേ? യെസ്. ഹേ, ആരോട് ചോദിച്ചിട്ട്? എന്നെ വീട്ടിലറിഞ്ഞാണ്ടല്ലോ. ആരറിയാൻ? നിന്റെ റോള് കഴിഞ്ഞു. അല്ലാതെ നീ എന്നെ ശരിക്കും കല്യാണം കഴിക്കൊന്നും വേണ്ട. ദക്ഷ അവളുടെ അമർഷം കീഴ്ചുണ്ട് കടിച്ചമർത്തി പ്രകടിപ്പിച്ചു. അഖില എന്തിനോ വേണ്ടി തിളച്ച സാനിറ്റൈസർ എടുത്ത് ബാഗിലിട്ടു. നിങ്ങളുടെ വീട് എവിടാ? കോളേജും കഴിഞ്ഞ് നേരെ പൊക്കോ, വളയ്ക്കാനാവുമ്പോ ഞാൻ പറയാം. ആദിത്യൻ കണ്ണാടിയിലൂടെ ദക്ഷയെ നോക്കി. ആ മുഖം ദേഷ്യവും ചമ്മലും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും അവൾ അതിസുന്ദരിയായി കാണപ്പെട്ടു. 15 മിനിറ്റിന് ശേഷം അഖില വഴി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഒരു ജംഗ്ഷനിൽ അവൾ വണ്ടി നിർത്തിച്ചു. എനിക്ക് ആ വഴിക്കാൻ പോണ്ടേ, ഞാൻ നടന്നു പൊക്കോളാം. സാർ ഇവിടെ കൊണ്ടാക്കിക്കോ. വേണ്ട, ഞാനിവിടെ ഇറങ്ങാം. രണ്ടാളും ഇറങ്ങണ്ട, ഞാൻ കൊണ്ടാക്കിക്കോളാം. വേണ്ട, എനിക്ക് എന്റെ കെട്ടിയവനെ ഫോൺ വിളിച്ചു പോകാനോ. സാർ ഇവിടെ കൊണ്ടാക്കിക്കോ. അപ്പൊ ശരി, നാളെ കാണാം. ശരി. അഖില ഇരുവരോടും യാത്ര പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി. ശേഷം അവൾ പറഞ്ഞതുപോലെ കോൾ ചെയ്ത് സംസാരിച്ചു നടന്നു. ആദിത്യൻ മറുവഴിയെ കാർ ഓടിക്കാൻ തുടങ്ങി. ദക്ഷ തന്നെ നോക്കുന്നത് ആദിത്യൻ അറിയുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് നേരത്തെ ഡ്രൈവിന് ശേഷം ദക്ഷ ഒരു ആഡംബര വസതിക്ക് മുമ്പിൽ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. അമ്പോ, ഇതാണോ വീട്? ഹാ. ലേറ്റായതിന് വഴക്കു പറയോ? ഞാൻ കൂടെ വരണോ? അതിന് ഇവിടെ ആരുമില്ല, നാട്ടിലാളെ. ആ, ഇന്നലെ പറഞ്ഞതല്ലേ. എന്നാ അവര് വരിക? 16 കഴിഞ്ഞു. അപ്പൊ അതുവരെ നീ ഒറ്റയ്ക്കോ? ആ, രാവിലെ ഇവിടെ പണിക്ക് വരുന്ന ചേച്ചി വന്ന് ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോകും. ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് കഴിക്കും. രാത്രി പിന്നെ മൂഡ് ഉണ്ടെങ്കിൽ വല്ലതും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യണം. എന്നാ ചേച്ചിനോട് നൈറ്റ് കൂടെ വന്ന് നിക്കാൻ പറഞ്ഞൂടെ? അവർക്ക് മക്കളൊക്കെ ഉള്ളതാ. അടുത്തുള്ളവരൊക്കെ എങ്ങനാ? ഇവിടെ സേഫ് ആണ്, അതുകൊണ്ടല്ലേ അവര് കൂളായിട്ട് പോയെ. ശരി, എന്നാ നാളെ കാണാം. ആൻഡ് താങ്ക്സ്. ഓ ആയിക്കോട്ടെ. ഇരുവരും ഒരു ചെറു പുഞ്ചിരി കൈമാറി. ആദ്യത്തെ അകലങ്ങളിലേക്ക് കാർ ഓടിച്ചു പോകുന്നത് ദക്ഷ നോക്കി നിന്നു. ഇന്ന് യാതൊരു ചിന്താഭാരവും ഇല്ലാതെയാണ് ദക്ഷ കോളേജിലെത്തിയത്. തമ്പുരാനും തമ്പുരാട്ടിയും എല്ലാം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങി. നിന്റെ കെട്ടിയവൻ വരുന്നുണ്ട്. ഇന്ന് ആദ്യമായി ദക്ഷ യാതൊരു ടെൻഷനും കൂടാതെ ക്ലാസ്സിലിരുന്നു. ആദ്യത്തിന് എല്ലാവർക്കും നോട്ട്സ് എഴുതാൻ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ദക്ഷയുടെ അരികിലെത്തുമ്പോൾ ഇരുവരും ഒരു ചിരി പങ്കിടുവാൻ മറന്നില്ല. അവർ സൗഹൃദം കൂടെയുള്ള ഗുരുശിഷ്യരായി. 3 ദിവസങ്ങൾ കൂടെ കടന്നുപോയി. ശനിയാഴ്ചയായി. ആദിത്യൻ പുതിയ വീട്ടിലേക്ക് ഇന്നാണ് താമസം മാറുന്നത്. രാവിലെ 11 മണി കഴിഞ്ഞ സമയം. ലീവ് ആയതിനാൽ ദക്ഷ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണുകയാണ്. എന്നാൽ അവളുടെ ആസ്വാദനത്തെ തുടർച്ചയായുള്ള ഒരു കാറിന്റെ ഹോണടി ശല്യപ്പെടുത്തി.
അവൾ ജനാലയുടെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി. അത് ആദിത്യന്റെ കാറായിരുന്നു. അവൾ ആശ്ചര്യത്തോടെ വാതിൽ തുറന്ന് ഗേറ്റിനടുത്തേക്ക് നടന്നു. സാറെന്താ ഇവിടെ? നീ ഒന്ന് ഡ്രസ്സ് മാറി കൂടെ വാ. എന്തിനും? എങ്ങോട്ടേക്ക്? വീട്ടിലോട്ട്. അവിടെ ഒരു സീൻ ഉണ്ട്. എന്ത് സീൻ? നീ വന്ന് പാല് കാച്ചണം പോലും. പാലോ? ആ, ഞാൻ നീ നിന്റെ വീട്ടിൽ പോയത് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി. അപ്പൊ പറയാ എന്നാ നീ വന്നിട്ട് വീട് മാറാന്ന്. ശേ, എന്തൊരു കഷ്ടത്. പ്ലീസ് ഒന്ന് വാ. പാല് കാച്ചിട്ട് നീ പൊക്കോ. ഞാൻ തന്നെ കൊണ്ടാക്കി തരാം. എനിക്ക് ആ താക്കോലൊന്ന് മേടിച്ചതാ. ഏത് നേരത്താണോ എനിക്കത് വരാൻ തോന്നി. പ്ലീസ്, ഇത്തവണ കൂടി. വേറെ വഴിയില്ലാത്തോണ്ടാ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല, നീ വന്നാ മതി. ശരി, ഇവിടെ നിൽക്കുക. ഞാൻ കാറ് തിരിച്ചിടാം. ആദിത്യൻ അതും പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഓടി. ദക്ഷ ഡ്രസ്സ് മാറാൻ അകത്തേക്കും. 20-25 മിനിറ്റ് നേരത്തെ ഡ്രൈവിന് ശേഷം ഇരുവരും ആദിത്യന്റെ പുതിയ വീട്ടിലേക്ക് എത്തി. ഓണറും അയാളുടെ ഭാര്യയും വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒരു വീട്ടിൽ താമസം തുടങ്ങുമ്പോ പെണ്ണുങ്ങൾ ഉണ്ടായേ പറ്റൂ. അതൊരു ഐശ്വര്യ. ദക്ഷ ആ സ്ത്രീയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഓണറും ഭാര്യയും ആദിത്യനെയും ദക്ഷയെയും അകത്തോട്ട് അണയിച്ചു. ദക്ഷ സ്റ്റൗ ഗ്യാസ് ലൈറ്റർ കൊണ്ട് കത്തിച്ചു. പാൽ തിളച്ചു മറിയുന്നതായി കാത്തുനിന്നു. ആദിത്യൻ ഇരു കൈകളും പുറകിൽ കെട്ടി നിന്നു. മിനിറ്റുകൾക്ക് ശേഷം പാൽ തിളച്ചു മറിഞ്ഞു. ഓണറുടെ ഭാര്യ എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിൽ പകുതി പാൽ വെച്ച് ഒഴിച്ചു കൊടുത്തു. ശേഷം ദക്ഷയെ റൂം കാണിക്കാൻ കൊണ്ടുപോയി. ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം. അത് കേട്ടതും കുടിച്ചുകൊണ്ടിരുന്ന പാൽ ദക്ഷയുടെ തരിപ്പിൽ പോയി. പിന്നെ പഠിക്കുന്നുണ്ടെന്ന് കരുതി മറ്റു കാര്യങ്ങളൊന്നും തീരെ പാടില്ലാന്നൊന്നുമില്ല കേട്ടോ. ഏത് കാര്യം? അതെന്നെ, പുള്ളി എത്രന്ന് കരുതിയ കാത്തിരിക്കുക. ഇക്കാലത്തൊരു ജോലി കിട്ടാന്ന് വെച്ചാൽ അത്ര എളുപ്പാണോ? അതുവരെ ഓനെങ്ങനെ പിടിച്ചെക്കൂ? ചെറുപ്പല്ലേ. വേണമെങ്കിൽ വെച്ചാ വയറ്റി പിടിക്കാതെ നോക്കിയാ പോരെ. നിങ്ങൾക്കൊന്നും കടയിൽ പോയി മറ്റേ സാധനം മേടിക്കാൻ മടിയില്ലല്ലോ. നമ്മുടെ ഇക്കാക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അതുകൊണ്ടെന്താ, പിള്ളേരടുപ്പിച്ച് 4 പിന്നെ ഞാൻ പ്രസവം നിർത്തി. അത് കേട്ട് ദക്ഷയുടെ കണ്ണ് തള്ളിപ്പോയി. ഇപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞതിന്റെ പൊരുൾ അവൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഇറങ്ങാ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. ദക്ഷ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഒരു ചിരി അങ്ങ് പാസ്സാക്കി. അയാളും ഭാര്യയും അവരോട് യാത്ര പറഞ്ഞ് വണ്ടി എടുത്തുപോയി. ആദിത്യൻ ദക്ഷയെ തിരിച്ചു കൊണ്ടാക്കട്ടെ എന്ന് ചോദിക്കാൻ അവളെ തിരിഞ്ഞു നോക്കിയപ്പോ അവൾ കൽക്കട്ട കണക്കെ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. എന്താ? എന്നെ കുറിച്ച് ആ പെണ്ണുമുള്ളയോട് എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ലേ? അത് ഇന്നല്ലെങ്കിൽ നാളെ അവര് നീ എന്റെ കൂടെ താമസിക്കുന്നില്ലാന്നറിയും. അതുകൊണ്ട് കൺവിൻസിംഗ് ആയ ഒരു കള്ളം പറഞ്ഞതാ. എന്ത് കള്ളം? നിന്റെ പാരന്റ്സ് പഠിച്ചു കഴിഞ്ഞ് ജോലി മേടിച്ചിട്ട് മതി കുട്ടികൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഒരുമിച്ച് നിൽക്കാറുള്ളൂ. സോറി, അല്ലാതെ നിന്നെ ഇവിടെ ഡെയിലി കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ. ഉദ്ദേശശുദ്ധിയൊക്കെ കൊള്ളാം. എന്നെ തിരിച്ചു കൊണ്ടാക്കാം. ഓക്കെ വാ. ആദിത്യൻ വാതിൽ പൂട്ടിയിറങ്ങി. ദക്ഷ മുൻപേ മുന്നിലെ സീറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. ആദിത്യൻ സീറ്റ് ബെൽറ്റ് ഇട്ട് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി. ഒരു ഉപകാരം ചെയ്യോ? എന്താ? എനിക്കൊന്ന് ബുക്ക് സ്റ്റാളിൽ പോണായിരുന്നു. എന്നിട്ടൊന്ന് വീട്ടിൽ കൊണ്ടാക്കോ? ഓ പിന്നെന്താ. ദക്ഷ താടിക്കും കൈ കൊടുത്ത് കുളിർക്കാറ്റിന്റെ അകമ്പടിയോടെ അവനൊപ്പം യാത്ര തുടർന്നു. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ ടൗണിൽ നല്ല തിരക്കുണ്ട്. അവർ കാർ പാർക്കിങ്ങിലിട്ട് ബുക്ക് സ്റ്റാളിലേക്ക് നടന്നു. ആരാ ഫേവറേറ്റ് ഓതർ? അതെന്റെ അച്ഛമ്മ തന്നെ. അച്ഛമ്മ എഴുതുവോ? ഈ അടുത്ത് മരിച്ച നോവലിസ്റ്റ് സരസ്വതി അമ്മയില്ലേ? യെസ്. മഴയുടെ മുത്തുകളൊക്കെ എഴുതിയേ? അതെന്റെ അച്ഛമ്മയാ. ഹേ, ശരിക്കും? ഹാ. അമ്പോ, അങ്ങനെ ഒരു ലെജൻഡിന്റെ കൊച്ചുമോളാണോ നീ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അയ്യോ, അങ്ങനെ പറഞ്ഞതല്ല, എക്സൈറ്റ്മെന്റ് കാരണം ചോദിച്ചതാ. കോളേജിൽ ആരും പറയുന്ന കേട്ടില്ല. ആർക്കും അറിയില്ല. ഓയ്, ഇതൊക്കെ പറയണ്ടേ? എന്റെ അച്ഛനും വലിയച്ഛന്മാർക്കൊന്നും അച്ഛമ്മ എഴുതിയതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിലേക്ക് അറിയാം. എന്നാലും നീ എന്ത് ലക്കിയ? അല്ല, നിനക്ക് അച്ഛമ്മയുടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആവോ, ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ല. ശേ, പുള്ളിക്കാരി എന്റെ അച്ഛമായിരുന്നെങ്കിൽ ഞാൻ എഴുതിയേനെ. എനിക്ക് വായിക്കാനാ ഇഷ്ടം. ഏത് നോവലാ ഏറ്റവും ഇഷ്ടായേ അച്ഛമ്മ എഴുതിയതില്? തമ്പുരാൻ. അതേതാ? ഞാൻ വായിച്ചിട്ടില്ലല്ലോ. അത് ഞാൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതെന്താ? അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതെന്താ? അത് പുള്ളിക്കാരിക്ക് മാത്രമേ അറിയൂ. ആട്ടെ, എന്താ കഥ? അത് ഞാൻ പറഞ്ഞ ശരിയാവില്ല. പറ്റിയാലൊരിക്കൽ ആ ബുക്ക് എടുത്തു തരാം. സ്വന്തം വായിച്ചോ? അതായാലും മതി. അവർ ബുക്ക് സ്റ്റാളിനുള്ളിലേക്ക് കയറി. ഇരുവരും അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്കരികിലേക്ക് ചെന്നു. അവർ ഓരോ പുസ്തകങ്ങളും എടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. ഏറ്റവും നല്ലതിനായുള്ള തിരച്ചിലിൽ
ഇരുവരുടെയും കൈകൾ ഒരു പുസ്തകത്തിന് മേൽ പതിച്ചു. അതിന്റെ ടൈറ്റിൽ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്നായിരുന്നു. ഇരുവരും പരസ്പരം നോക്കി. ദക്ഷ ഉടൻ തന്നെ അവളുടെ കണ്ണുകളെ പിൻവാങ്ങി. അത് കണ്ട് ആദിത്യൻ അവളുടെ കൈകളുടെ മുകളിൽ നിന്ന് അവന്റെ കൈ പിൻവലിച്ചു. ദക്ഷ അവളുടെ കിഴിച്ചുണ്ടുകൾക്ക് പല്ലുകൾ കൊണ്ടൊരു താക്കീത് കൊടുത്തു. ആ ചുണ്ടിൽ പുഞ്ചിരി വിരിയാതിരിക്കാൻ. ഞാൻ വായിച്ചതാ, നീ എടുത്തോ. അതും പറഞ്ഞ് ആദിത്യൻ മറ്റൊരു ദിശയിലെ പുസ്തകങ്ങൾക്കരികിലേക്ക് പോയി. ഒരു തവണ വായിച്ചതെങ്കിലും അവൾക്കതൊരു ആവർത്തി കൂടെ വായിക്കാൻ തോന്നി. ആദിത്യൻ അവന് വേണ്ട 2 പുസ്തകങ്ങളുമായി കൗണ്ടറിൽ പോയി. പിന്നാലെ ദക്ഷൻ. ഇരുവരും പുസ്തകങ്ങളുടെ പണം നൽകി തിരികെ പാർക്കിങ്ങിലോട്ട് നടന്നു. അവളുടെ പുസ്തകത്തിന്റെ പണം നൽകാമെന്ന് ആദിത്യൻ പറഞ്ഞെങ്കിലും ദക്ഷ വിസമ്മതിച്ചു. ഇരുവരും കാറിൽ കയറി. സീറ്റ് ബെൽറ്റ് ധരിച്ചു. ആദിത്യൻ കാർ റോഡിലേക്ക് ഇറക്കി. പറ്റാവുന്നത്രയും വേഗത കുറച്ചാണ് അവൻ കാർ ഓടിച്ചത്. പുറകിൽ മറ്റു വണ്ടികളുടെ ഹോണടി കേൾക്കുമ്പോൾ അവൻ സൈഡ് കൊടുക്കും. സാറിന് എത്ര വയസ്സുണ്ട്? എന്തേ? ചുമ്മാ ചോദിച്ചതാ. 26. നിനക്കോ? 21. റിലേഷൻഷിപ്പ് ഒന്നുമില്ലേ? 2 ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. അതെന്താ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അതങ്ങ് പോയി. സാറിനോ? കല്യാണമൊക്കെ ആയോ? ഒരു അഗാധമായ പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ ജാതകം ചതിച്ചു. ജാതകോ? ആ, അവളുടെ വീട്ടുകാര് ഭയങ്കര വിശ്വാസികളായിരുന്നു. ജാതകം നോക്കിയപ്പോ എന്നെ കെട്ടി അവളധികം വാഴില്ല. അതങ്ങനെ പോയി. എന്നിട്ട്? അവളുടെ തന്ത നല്ല മുന്തിയിനം ജാതകക്കാരനെ കൊണ്ടുവന്ന് കെട്ടിച്ചു. ഇപ്പൊ ഡിവോഴ്സായി. അതെങ്ങനെ അറിഞ്ഞു? ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ആ. എന്തിന്? അതിനിപ്പോ എന്താ? ചിലപ്പോ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിലോ? ചോദ്യം കേട്ടാ നിനക്ക് ഇഷ്ടമില്ലാത്ത പോലാണല്ലോ. ആദിത്യൻ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ദക്ഷ ആയിഷ് എന്ന് ശബ്ദമുണ്ടാക്കി മറുവശത്തേക്ക് നോക്കിയിരുന്നു. ആദിത്യന് ചിരി അടക്കാനായില്ല. പിന്നീട് വീട് എത്തുന്നവരെ ദക്ഷ ആദിത്യന്റെ നേർക്ക് നോക്കിയിട്ടേയില്ല.